അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും പിള്ളേരുടെ പുറത്ത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ 1-2 അമ്പലത്തിലൊക്കെ പോയിട്ട് അതങ്ങ് ലേറ്റായി. അമ്മയ്ക്കൊരു നിശ്ചയമുണ്ട്, അമ്മ നിശ്ചയത്തിന് പോയേക്കുക. ചോറും മീൻ കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വിചാരിച്ച് ഒത്തിരി നാളായി പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ മിക്കുവിനും ഫാമിലിക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് ഞാനും പിള്ളേരുടെ ഭരണിക്കാവ് റോയൽ ബേക്കറിയിലേക്ക് വെച്ചൊടിച്ചു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ റോയൽ ബേക്കറിയിൽ ചെന്നിട്ട് എനിക്കും ലച്ചുവിനും ആഷിക്കും ബിരിയാണി പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി, ലച്ചുവിനും നൂഡിൽസും പറഞ്ഞു. ലച്ചു കുറേ നാളായിട്ടേ നൂഡിൽസിൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് എങ്ങും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറേ നാളായി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വന്നു. അവളും ഉമ്മാതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും നീ വെറുതെ ഇരിക്കണ്ട, ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണി കുറേ ഉണ്ടല്ലോ, നമുക്ക് ഒരാൾക്ക് കഴിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. 2 എണ്ണം പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ചിക്കൻ ബിരിയാണിയിൽ കുറച്ച് ലച്ചു എടുത്ത് ടേസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും അവിടെ നൂഡിൽസും. ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണെങ്കിൽ നല്ല ബിരിയാണി കേട്ടോ, അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെയും വരുന്നത്. പക്ഷേ ഇന്നത്തെ ബിരിയാണിക്ക് ലേശം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി എൻ്റെ നാവിൻ്റെ ഒന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പിള്ളേരോട് വെച്ചപ്പോൾ അവരും പറഞ്ഞു ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അവൾ സോസൊക്കെ കൂട്ടി അവളവിടെ നൂഡിൽസ് കഴിക്കുകയാണ്. എന്തായാലും നൂഡിൽസും പകുതി അധികം വന്ന് ഒരു ചിക്കൻ ബിരിയാണിയിലും പകുതി അധികം വന്നു. അത് ഞങ്ങളങ്ങ് പാഴ്സൽ പറഞ്ഞു. പിന്നെ ഞാൻ അവളുമാർക്ക് ഓരോ ഓറഞ്ച് ജ്യൂസും മേടിച്ചു. എനിക്കൊരു ലൈം ജ്യൂസ്, തണുപ്പില്ലാത്ത ഒരു ലൈം നാരങ്ങയും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തു. പിന്നെ ആഷ്മി കുറച്ച് മാഷ്മലയോ ഏതാണ്ടൊക്കെ പറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങൾ പാഴ്സൽ ചെയ്തായിരുന്നല്ലോ, അതും കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ.